LDF-ന്റെ ആളുകളോട് പറയാണ്, ചിലർ മനഃപൂർവ്വം പ്രകോപനം ഉണ്ടാക്കാൻ വന്നിട്ടുണ്ട്. പ്രകോപനത്തിന്റെ അജണ്ടകളുമായി വന്നവരുടെ കെണിയിൽ വീഴണ്ട. വേണ്ട 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 വേണ്ട, ആ പരിപാടി വേണ്ട. ഒരു കാര്യം മനസ്സിലാക്കി കേട്ടോ. അല്ലല്ലല്ല, കുഞ്ഞാലിയുടെ ജീവനെടുത്ത തോക്കുമായിട്ട് ആരെങ്കിലും കരുതിയിരിപ്പുണ്ടെങ്കിൽ പുതിയ കേരളത്തിൽ നടക്കില്ല എന്ന് മനസ്സിലാക്കിക്കോണം. അത് മനസ്സിലാക്കിക്കോണം. നിങ്ങളുടെ തോക്കൊക്കെ കയ്യിലിരിക്കുള്ളൂ, നിങ്ങളുടെ തോക്കൊക്കെ കയ്യിലിരിക്കുള്ളൂ. അതൊന്നും ഇവിടെ ഇറക്കണ്ട. ആ തോക്കിനെ മറികടന്ന ഒരു രാഷ്ട്രീയം ഇവിടെ ഉണ്ട്. അത് കയ്യിരുന്നാ മതി, ആ തോക്ക് കയ്യിരുന്നാ മതി. ആ തോക്ക് ഇവിടെ ചിലവാവില്ല, അത് ചിലവാവില്ല. അത് മനസ്സിലാക്കൂ. ആര്യാടന്റെ കയ്യിലായിരുന്നു തോക്ക്, ആ തോക്ക് ഇവിടെ വേണ്ട. നിങ്ങൾ തുടങ്ങിയിട്ട് പൂർത്തീകരിക്കും ഒരു പദ്ധതിയുടെ പേര് ഒരൊറ്റ ഒരെണ്ണം പറയട്ടെ. ഒന്നാമത്തെ പദ്ധതി, ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സർവകലാശാല കേരളത്തിലാണ്. പറയട്ടെ, ഇന്ത്യയിലെ ആദ്യത്തെ ജല മെട്രോ കേരളത്തിലാണ്. മൂന്നാമത്, ഒരു സംസ്ഥാന സർക്കാർ മുൻകൈയെടുത്ത് K-ഫോൺ എന്ന പദ്ധതി ഇന്ത്യയിൽ ആദ്യമായി നടപ്പാക്കിയത് കേരളത്തിലാണ്. അതെ, എവിടെയാണ് K-ഫോൺ? എവിടെയാണ് ചോദ്യം? K-ഫോൺ എവിടെയാണ്? ഇവിടെ കൂടിയിട്ടുള്ള ആളുകളോട് ചോദിക്കും, ഇവിടെ എത്ര ആളുകളുടെ വീട്ടിൽ ചോദിക്കും. ഇവിടെ കൈയൊന്നിക്കും ആളുകള്. ഇവിടെ ഉണ്ടോ K-ഫോൺ? കൈയൊന്നിക്കും. ഈ പ്രദേശത്തുണ്ട്, എന്റെ വീട്ടിൽ ഉൾപ്പെടെ ഉണ്ട് K-ഫോൺ. ഇവിടെ ആളുകളുടെ കൈയൊന്നിക്കാൻ പറയും. ഈ പറഞ്ഞ എന്റെ വീട്ടിലുണ്ട്. താങ്കൾ എവിടുന്നാ വരുന്നത്? ഇവിടെ ചോദിക്കും. 1500 രൂപ നാലാമത്തെ കാര്യം ഞാൻ പറയാം. ചോദ്യം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ശ്രീനാരായണ ഗുരുവിന്റെ പേരിലുള്ള ഓപ്പൺ സർവകലാശാല, ശ്രീനാരായണ ഗുരുദേവന്റെ പേരിലുള്ള ഓപ്പൺ സർവകലാശാല ഉമ്മൻചാണ്ടി കല്ലിട്ടതല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അഞ്ചാമത്തത്, ഇവിടെ നിന്നും ഒരു 5 കിലോമീറ്റർ അങ്ങോട്ട് പോകണ്ട, മലയോര പാത എന്നൊരു സാധനമുണ്ട് ഈ നാട്ടില്. ഇവിടുന്ന് കരുളായി നിങ്ങോട്ട് പൂക്കോട്ടുപാടത്തേക്ക് വരുമ്പോൾ റോഡ് ഇന്ന് കാണുന്ന റോഡായിട്ട് എത്ര കൊല്ലമായി എന്ന് നിങ്ങൾ ഒരാൾ പറയൂ. ഈ റോഡ് എത്ര കൊല്ലമായെന്ന് നിങ്ങൾ ഒരാൾ പറയൂ. ഈ മലയോര പാത കൊണ്ടുവന്ന LDF അല്ലേ? അടുത്തത് വികസനത്തെ സംബന്ധിച്ച് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം, കേരളത്തിൽ ഏതെങ്കിലും ഒരു സ്കൂൾ നന്നാക്കാൻ ബാക്കിയുണ്ടോ? ആശുപത്രി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അടച്ചുപൂട്ടിപ്പോയ നിലയിലാണോ തേൾപ്പാറ ആശുപത്രി എന്ന് ഈ നാട്ടിലെ ആളുകളുടെ മുമ്പിൽ ഞാൻ വിളിച്ചു ചോദിക്കുക. നമുക്ക് ആശുപത്രിയിലേക്ക് പോകാം, സ്കൂളിലേക്ക് പോകാം. നവകേരള സദസ്സിന് 1000 കോടി രൂപയാണ് ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ മന്ത്രിസഭാ യോഗം അനുവദിച്ചത്. 1000 കോടി രൂപ നവകേരള സദസ്സിൽ ഉയർന്നു. ഞാൻ പറയട്ടെ, കേൾക്കൂ. എന്റെ പറയാനുള്ളത് നിങ്ങളോടാ പറയുന്നത്, ഞാൻ മാധ്യമങ്ങളോട് പറയുന്നത്, കേരളത്തോടാണ് പറയുന്നത്. നവകേരള സദസ്സിൽ 929 കോടി രൂപയുടെ മന്ത്രിസഭാ അനുവാദം വിവിധ പദ്ധതികൾക്ക് വന്നിരിക്കുന്നു. നവകേരള സദസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തലകുനിക്കുകയല്ല. രണ്ടാമത്തത്, നവകേരള സദസ്സിന്റെ നിലമ്പൂരിലെ സമ്മേളന വേദിയിൽ അന്നിവിടെ ഉണ്ടായിരുന്ന ഒരു MLA പറഞ്ഞ കാര്യമുണ്ട്. ഈ മണ്ഡലത്തിൽ 2200 കോടിയിലേറെ രൂപയുടെ വികസനം കൊണ്ടുവന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരുമാണ് വന്നിരിക്കുന്നത്. ആ കാര്യം പറയട്ടെ, ആ കാര്യം ഇവിടെ വന്നു കാണാം. പറയൂ, ഈ മണ്ഡലത്തിൽ ഏത് റോഡാണ് നന്നാക്കാൻ ബാക്കി? കോലാഹലം ഉണ്ടാക്കുന്നത് ഈ റോഡ് കാണാത്തവരല്ല, റോഡുള്ളത് കൊണ്ടാണ്. ബൈപ്പാസിനൊരു പേരുണ്ട്, കുഞ്ഞാലി ബൈപ്പാസ് ആയിരിക്കും. അത് ഉദ്ഘാടനം ചെയ്യുന്ന ആള് പിണറായി വിജയൻ ആയിരിക്കും, അധ്യക്ഷൻ M സ്വരാജ് ആയിരിക്കും. അതിന് 249 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അതിന്റെ പണം അനുവദിച്ച കിബിയിൽ നിന്ന് പണം അനുവദിച്ച ഒരു പദ്ധതി നടപ്പാക്കാൻ ബാക്കിയില്ല. പിണറായി വിജയൻ ഒരു വാക്ക് പറഞ്ഞാൽ നടപ്പാകാത്തൊരു കാര്യവും ഈ നാട്ടിലില്ല. 2500 രൂപ പെൻഷനാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞത് നടപ്പാകും കേരളത്തിൽ. ഞങ്ങൾ വാഗ്ദാനം ചെയ്യും. ആ ബൈപ്പാസ് ഞങ്ങൾ ആര്യാടൻ ബൈപ്പാസ് ഇടും. ഇതുവരെ 9 കൊല്ലമായിട്ട് കുഞ്ഞാലി സഭ ചെയ്തിട്ടില്ലല്ലോ. അതിന്റെ മറുപടി കഴിയട്ടെ. ആര്യാടൻ മുഹമ്മദിന്റെ വീട്ടുവാതുക്കല്, അദ്ദേഹത്തിന്റെ തറവാടിന്റെ വാതുക്കലെ റോഡിന്റെ വീതിയും അവിടുന്ന് തൊട്ടിങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ നമ്മുടെ പഴയ ബസ് സ്റ്റാൻഡിന്റെ വാതുക്കലത്തെ തറവാടിന്റെ വീതിയും ഉണ്ടായാൽ ആ വീതിയുടെ വ്യത്യാസം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തിന്റെ വ്യത്യാസമാണ്. അതുകൊണ്ട് ആര്യാടന്റെ വഴിയൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ചന്തക്കുന്നേലെ ആര്യാടന്റെ വഴിയും
ഞങ്ങൾ ഉണ്ടാക്കിയ ഇപ്പുറത്തെ റോഡരികിലെ നമ്മുടെ പഴയ ബസ് സ്റ്റാൻഡിന്റെ മുന്നിലെ നിലമ്പൂർ റോഡും കാണുമ്പോൾ രാജപാത ഉണ്ടാക്കിയത് LDF പിണറായിയുമാണ്. പ്രതിപക്ഷ നേതാവ് ഇപ്പോ വെൽഫെയർ പാർട്ടിയുടെ ജമാഅത്തെ ഇസ്ലാമിയുടെയോ പിന്തുണ തങ്ങൾക്കുണ്ട് എന്നതിനെ സ്വാഗതം ചെയ്യുന്നതിനും അപ്പുറം അവരുടെ ആ വർഗീയ പശ്ചാത്തലം തന്നെ ഇല്ലാതായിരിക്കുന്നു, മുക്തമായിരിക്കുന്നു എന്നൊരു നിലപാട് ആ സംഘടനയ്ക്ക് വേണ്ടി അവതരിപ്പിച്ചു. അതാണിപ്പോൾ വലിയ ചർച്ചയായിട്ടുള്ളത്. ശ്രദ്ധിക്കേണ്ട കാര്യം, വാർത്തകളിൽ വന്നിട്ടുള്ളത് മുസ്ലിം മത സംഘടനകൾ, കത്തോലിക്ക കോൺഗ്രസ് അടക്കം മുമ്പേ പറഞ്ഞതുപോലെ എല്ലാവരും പ്രതിപക്ഷ നേതാവിന്റെ ആ ഒരു നിലപാടിനെ നിരാകരിച്ചിട്ടുണ്ട്. വലിയ വിമർശനം അതുമായി ബന്ധപ്പെട്ട് ചർച്ചയായി ഉയരുന്നു. ഇത് CPM സൃഷ്ടിയാണോ? 1941 ഇന്ത്യ രാജ്യത്ത് മദൂദിയുടെ നേതൃത്വത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഉണ്ടായത്. ഈ രാജ്യം വിഭജിക്കപ്പെട്ടുവെന്നും അവശേഷിക്കുന്ന ഇന്ത്യ രാജ്യത്തെ ജനങ്ങളിൽപ്പെട്ട മുസ്ലിം ജനങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകണമെന്നും ഇത് ഹിന്ദുക്കളുടെ രാജ്യമായി മാറിയെന്നുമാണ് അന്നത്തെ RSS പറഞ്ഞത്. അതിനെ ശരിവെച്ചുകൊണ്ട് പാകിസ്ഥാൻ എന്ന് പറയുന്ന മുസ്ലിം രാജ്യത്തേക്കാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ഇന്ത്യ വിട്ടുപോയ ഇന്ത്യക്കാരനാണ് ശ്രീ മദൂദി. അവിടെ അദ്ദേഹം ചെന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടി എന്താണ് ചെയ്തത്? ജമാഅത്തെ ഇസ്ലാമി പാകിസ്ഥാനിൽ നടത്തിയ ക്രൂരമായ വംശഹത്യ, ആ വംശഹത്യയെ തുടർന്ന് അവിടെ ഒരു അന്വേഷണ കമ്മീഷൻ വന്നു. ആ അന്വേഷണ കമ്മീഷൻ മുന്നിൽ മദൂദിയെ ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നു, കമ്മീഷൻ ചോദിക്കുന്നു, മതന്യൂനപക്ഷങ്ങളായ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട അഹമ്മദിയ വിഭാഗങ്ങളോട് ക്രൂരമായ വംശഹത്യ നടത്തിയ നിങ്ങൾ ഇതേ രീതിയിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളോട് അവിടുത്തെ ഭൂരിപക്ഷ മതക്കാർ പെരുമാറിയാൽ എങ്ങനെയാണ് അതിനെ എതിർക്കുന്നത്? അതിന് ബഹുമാനപ്പെട്ട അന്നത്തെ ഈ ശ്രീ മദൂദി പറഞ്ഞ മറുപടി എന്താണ്? ഇന്ത്യ രാജ്യത്തെ RSS, ഇവിടുത്തെ ഹിന്ദുത്വ രാഷ്ട്രീയം ഇവിടുത്തെ മുസ്ലിങ്ങളോട് രണ്ടാം തരം പൗരന്മാർ എന്ന നിലയ്ക്ക് പെരുമാറുന്നതിന് ഒരു തെറ്റുമില്ല, അത് അർഹിക്കുന്നതാണ്. അതുകൊണ്ട് ഇസ്ലാം മതത്തിൻ്റെ ശത്രുവാണ്, ഇന്ത്യൻ ഇസ്ലാമിൻ്റെ ശത്രുവാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പാകിസ്ഥാനിൽ നടന്ന ജമാഅത്തെ ഇസ്ലാം നടത്തിയ വംശഹത്യയുടെ അതുമായി ബന്ധപ്പെട്ട കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ 415-ാമത്തെ പേജിൽ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തത്, നമ്മുടെ നാട്ടിൽ മാധ്യമപത്രമുണ്ട്. മാധ്യമപത്രത്തിൽ ഒരു ദിവസം തലക്കെട്ട് നമ്മൾ കണ്ടു, വിസ്മയമായി താലിബാൻ. താലിബാൻ എങ്ങനെയാണ് വിസ്മയമാകുന്നത്? അഫ്ഗാനിസ്ഥാൻ പോലുള്ള ഒരു രാജ്യത്ത് ഏറ്റവും നല്ല നിലയ്ക്ക് ഇസ്ലാം മതവിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളടക്കം പെൺകുട്ടികളടക്കം സർവകലാശാലകൾ പഠിച്ച് ലോകവിസ്മയമായി മാറിയ പുതിയ യൗവനത്തെ, പുതിയ സമൂഹത്തെ വളർത്തിക്കൊണ്ടുവന്ന അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണം നടത്തി അവിടുത്തെ സർവകലാശാലകൾ പഠിച്ച പെൺകുട്ടികൾക്ക് പഠിക്കാൻ അവകാശമില്ലാതെ സർട്ടിഫിക്കറ്റുകൾ കത്തിച്ചാമ്പലാക്കുന്ന ഒരു താലിബാനിസം. ആ താലിബാനെക്കുറിച്ച് മാധ്യമപത്രം പറയുകയാണ്, വിസ്മയമായി താലിബാൻ. മൂന്നാമത്തത്, സമീപകാലത്താണ് ബംഗ്ലാദേശിൽ ഒരു സംഭവം ഉണ്ടായത്. ഖാലിദ സിയ ഇന്ത്യയിലേക്ക് പോന്നു, അവിടെ അമ്പലം തകർത്തു. ഇന്ത്യ രാജ്യത്ത് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ ആ തകർത്തതിനെതിരായിട്ട് ഏറ്റവും ഏറെ പോരാടിയ ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഞങ്ങൾ അന്ന് നരസിംഹ റാവുവിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് പാർലമെൻറ്റിൽ 35 അംഗങ്ങളുണ്ട്, ഇന്ന് ഞങ്ങൾക്ക് 4 ഉള്ളൂ, അന്ന് 35. ഈ 35 ആളുകളും നിങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്തിരിക്കും, ബാബറി മസ്ജിദ് പൊളിക്കരുത്. ഇതായിരുന്നു ഞങ്ങളുടെ വാദം. അവിടെ എന്താ സംഭവിച്ചത്? ആ ബാബറി മസ്ജിദ് പൊളിച്ചതുമായി ബന്ധപ്പെട്ട തുറന്നുള്ള ഘട്ടത്തിൽ ഓരോ ഘട്ടത്തിലും നോക്കൂ, ഇന്ത്യ രാജ്യത്തെ മതനിരപേക്ഷ ശക്തികൾ ഹിന്ദുമത വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരടക്കം ബാബറി മസ്ജിദ് പൊളിക്കുന്നതിനെതിരായി നിന്നു. പക്ഷേ ബംഗ്ലാദേശിൽ അമ്പലം പൊളിക്കുകയും അവിടുത്തെ ഹിന്ദു സന്യാസിയെ കൊല്ലുകയും ചെയ്തപ്പോൾ RSSന് ന്യായീകരിക്കാൻ ജമാഅത്തെ ഇസ്ലാമി അവസരം കൊടുത്തു. നാലാമത്, ഇന്ത്യ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് നിലയ്ക്ക് മാത്രമല്ല, കാശ്മീർ എന്ന് പറയുന്നത് മുസ്ലിം മതന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷമുള്ള ഒരു സംസ്ഥാനമാണ്. അങ്ങനൊരു സംസ്ഥാനം ഇന്ത്യയിൽ വേണ്ട, പ്രത്യേക പദവി വേണ്ട എന്ന് പറഞ്ഞ് കാശ്മീരിനെ ഇല്ലാതാക്കുന്നു. അതിനെതിരായി പോരടിച്ച ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗമാണ് മുഹമ്മദ് യൂസഫ് തരിഗാമി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ്. അദ്ദേഹം നിയമസഭയിൽ എത്താതിരിക്കാൻ നിരോധിക്കപ്പെട്ട സംഘടനയായ ആ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു നേതാവ് വേറൊരു വേഷത്തിൽ വന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ പേരിൽ മത്സരിക്കുന്നു. BJP അവിടെ RSS ജമാഅത്തെ ഇസ്ലാമിക്ക് പിന്തുണ കൊടുക്കുന്നു ജമ്മു കാശ്മീരിൽ. ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് നമ്മുടെ നാട്ടിൽ അവരുടെ മതരാഷ്ട്രവാദം ഇല്ലാതെയായി എന്ന് VD സതീശന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ അങ്ങനെ കമ്മട്ടമുണ്ടാക്കുന്ന VD സതീശന്റെ രാഷ്ട്രീയം RSSനെ ഇവിടെ ശക്തിപ്പെടുത്തുന്ന രാഷ്ട്രീയമാണ് എന്നാണ് CPMന്റെ നിലപാട്. അതൊരു തെരഞ്ഞെടുപ്പിന് വേണ്ടി പറഞ്ഞതല്ല. കേരളത്തിന്റെ മതരാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന RSSനെതിരായ ഞങ്ങളുടെ പോരാട്ടത്തിന്റെ ബോധ്യമാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സർക്കാർ പറഞ്ഞത് എന്താണെന്ന് ഞാൻ വായിക്കാം. ഭരണഘടനയോട് കൂറില്ലാത്ത സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. ഇത് ഉമ്മൻചാണ്ടി സർക്കാർ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലമാണ്. ഭരണഘടനയോട് അവഗണന കാണിക്കുകയും ദേശീയ താല്പര്യത്തിൽ ചിന്തിക്കാൻ അനുയായികളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ആണ്
ജമാഅത്തെ ഇസ്ലാമി എന്ന് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സർക്കാർ നിയമസഭയിൽ കൊടുത്ത സത്യവാങ്മൂലം. എന്താണ് ഇതിന് കാരണം? അവർ ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കാത്തത് കൊണ്ടാണ് വോട്ട് ചെയ്യാൻ പോകാതിരുന്നത്. പാർലമെന്റിലേക്കോ നിയമസഭയിലേക്കോ പഞ്ചായത്തിലേക്കോ വോട്ട് ചെയ്യാൻ പോകാതിരുന്ന ജമാഅത്തെ ഇസ്ലാമി എപ്പോഴാണ് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചത്? ബാബറി മസ്ജിദ് പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബാബറി മസ്ജിദ് പൊളിക്കുന്ന വിഷയത്തിൽ സംഘപരിവാരത്തിന് സഹായകരമായ നിലപാട് സ്വീകരിച്ചു എന്ന കുറ്റപത്രമാണ് ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസിനെതിരെ പുലർത്തിയത്. എന്നിട്ട് ജമാഅത്തെ ഇസ്ലാമി പറയുകയാണ്, എന്താ പറയുന്നറിയാമോ? തെറ്റു തിരുത്തണമെന്ന് പലവട്ടം ആവശ്യപ്പെട്ടിട്ടും മതന്യൂനപക്ഷങ്ങൾക്കെതിരായ തെറ്റായ നിലപാടിൽ നിന്ന് കോൺഗ്രസ് പിന്മാറാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഒരു ഗതിയും പരഗതിയില്ലാതെ ഞങ്ങൾ ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ് അല്ലാത്ത ഒരു ബദൽ നോട്ട് ചെയ്യുന്നു. അത് പരസ്യമായിട്ടൊരു വ്യക്തമാക്കി. അങ്ങനെ കോൺഗ്രസിനെ കൈവിട്ടൊരു ബദലിന് അവർ വോട്ട് ചെയ്യുന്ന ഘട്ടത്തിൽ വോട്ട് ചെയ്തപ്പോൾ ചർച്ചയില്ല, മുന്നണിയില്ല. ഈ കേരളത്തിനകത്ത് നിങ്ങൾ കോൺഗ്രസ് ലീഗ് BJP സഖ്യമുണ്ടാക്കി, വടകര ബേപ്പൂർ സഖ്യം. നിങ്ങൾ അതുപോലെ പലതരത്തിലുള്ള മുന്നണികളുണ്ടാക്കി. ഇപ്പോൾ ഇവിടെ തന്നെ ഈ നിലമ്പൂരുമായി ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ തന്നെയാണ് പട്ടാമ്പിയിൽ, തൊട്ടപ്പുറത്ത് പട്ടാമ്പിയിൽ 1960 EMSനെതിരെ RSSും അതുപോലെ കോൺഗ്രസും സംയുക്ത സ്ഥാനാർത്ഥി ഉണ്ടാക്കിയത്. പാലക്കാട് 1971 തെരഞ്ഞെടുപ്പിൽ സംയുക്ത സ്ഥാനാർത്ഥി ഉണ്ടാക്കിയത് ജനസംഘവും അതുപോലെ കോൺഗ്രസും ഒരുമിച്ച് AKGക്കെതിരെ. അത്തരത്തിൽ ഈ കേരളത്തിൽ ഏതെങ്കിലും ഒരു സീറ്റിൽ വെൽഫെയർ പാർട്ടിയുമായി അങ്ങോട്ട് വോട്ട് കൊടുക്കാമെന്നോ തിരിച്ചു കിട്ടാമെന്നോ ഞങ്ങളൊരു സഖ്യത്തിൽ ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുമായി ഈ ചരിത്രത്തിൽ ഒരു രാഷ്ട്രീയ മുന്നണിയും ഉണ്ടാക്കാത്തവരാണ് ഞങ്ങൾ. മെക്കിട്ട് കയറുന്നതിനേക്കാൾ നിങ്ങൾക്ക് നന്നായി അറിയാം. മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് പാണക്കാട് ഇട്ട് കുത്തിയാൽ, പാണക്കാട് തങ്ങന്മാരുടെ മെക്കിട്ട് കയറിയാൽ കോൺഗ്രസ് ബഹുമാനപ്പെട്ട ആര്യാടൻ മുഹമ്മദ് 35 കൊല്ലം MLA ആയിരുന്ന സ്ഥലമാണുള്ളത്. ആര്യാടൻ മുഹമ്മദ് 7 തവണ എങ്കിലും പാണക്കാട് തങ്ങൾ കുടുംബത്തിനെതിരെ പ്രസംഗിച്ച ഈ നിലമ്പൂരിലെ നിരവധിയായ വാർത്തകളും കട്ടിങ്ങുകളും ഞാൻ ഹാജരാക്കാം. അതുകൊണ്ട് അക്കാര്യത്തിൽ ലീഗിനെതിരായ ആര്യാടൻ കുടുംബത്തിന്റെ കടന്നാക്രമണം ഇപ്പോഴും തുടരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് വരെ തൽക്കാലം ഇത് മാറ്റിവെച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ദയനീയമാണ് മുസ്ലിം ലീഗിന്റെ നിലപാട്. അനിൽകുമാറിനോടായിരിക്കും അല്ലേ? അല്ലേ? ആര്യാടൻ മുഹമ്മദിന് നിങ്ങൾ CPM പിന്തുണ നൽകിയിട്ടില്ല? അതെ, പൊന്നാനിയിൽ തോറ്റ് ഗതികെട്ട് വന്നപ്പോഴത്തേക്കും അദ്ദേഹത്തിന് അനുയായ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു അവിടെ ജയിച്ചത്, CH ഹരിദാസ്. അദ്ദേഹം കരഞ്ഞു. അങ്ങനെ പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ ഇവിടെ കയറി ഇങ്ങനെ വന്ന് കുടുംബത്തിൽ നിന്നല്ലാത്ത ഒരാൾ ജയിച്ചിവിടെയും നിലമ്പൂരുകാരൊന്ന് ശ്വാസം വിട്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ നിലവിളിക്കുന്നത്. ആ പയ്യൻ, പാവപ്പെട്ട പയ്യൻ, ആ നിലമ്പൂരുകാരൻ, ആ പാവപ്പെട്ട പയ്യൻ രാജിവെച്ചപ്പോ പിന്നെ എങ്ങനെയാണ് മുന്നോട്ട് പോണത്? ആ സമയത്താണ് നിങ്ങൾ ആര്യാടനെ കുറിച്ച് ചോദിക്കുമ്പോ AK ആന്റണി എവിടെയായിരുന്നു? AK ആന്റണി ആർക്കൊപ്പമായിരുന്നു? ആ സമയത്താണ് രാഷ്ട്രീയ മാറ്റമില്ലേ? ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. ചോദ്യത്തിലേക്ക് പോകണം. ഞാൻ പറയട്ടെ ഇടതുപക്ഷവുമായി സഹകരിച്ചു. അന്നേരം കോൺഗ്രസിന്റെ രാഷ്ട്രീയ ചരിത്രം അങ്ങനെയുണ്ട്. അല്ല, ആ ഘട്ടത്തിൽ വിഷയത്തിലേക്ക് പോകണം. ആ ഘട്ടത്തിൽ ഇവിടുത്തെ ഇന്നത്തെ MP മറുപടി പറയാൻ സമ്മതിക്കണം. പൂർത്തീകരിക്കട്ടെ. നിങ്ങൾ ബഹളം വെച്ചാൽ മറുപടി ആവില്ല. ഇന്നത്തെ ഇവിടുത്തെ MP പ്രിയങ്ക ഗാന്ധിയുടെ അമ്മുമ്മ ഭാരതയക്ഷിയാണ് എന്ന് ആര്യാടൻ മുഹമ്മദ് പറഞ്ഞപ്പോൾ ആ ആര്യാടൻ മുഹമ്മദിനോടൊപ്പം നിന്ന് ഇന്ദിരാഗാന്ധിക്കെതിരായ പോരാട്ടത്തിൽ ഞങ്ങൾ നേതൃത്വം കൊടുത്തു. അതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ കൊണ്ടുവന്ന ഇന്ദിരാഗാന്ധി ഭാരതകക്ഷിയാണ്. ആ അടിയന്തരാവസ്ഥയുടെ വാർഷികം നടക്കാൻ പോകുന്ന ഈ ജൂൺ മാസം 26-ാം തീയതി M സ്വരാജ് ഇവിടുത്തെ MLA ആയിരിക്കും. ഇങ്ങനെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചു എന്നല്ലാതെ ജയിക്കാത്തത് കൊണ്ട് ഈ സഖാവ് കുഞ്ഞാലിയുടെ പേര് ബൈപ്പാസിനിടുന്ന പ്രശ്നമേ ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ഒരു സ്ഥാനാർത്ഥി ഇവിടെ ജയിക്കണമെന്ന് അങ്ങയുടെ ആഗ്രഹം ഇത്തവണ സ്വരാജിലൂടെ നടപ്പാകും. അത് വാക്ക് തരികയാണ്. ആ ആഗ്രഹം ഇത്തവണ നടപ്പാകും. 2 പഴയ നിലമ്പൂരല്ല പുതിയ നിലമ്പൂർ. ഈ നിലമ്പൂരിൽ ആര്യാടൻ മുഹമ്മദിന്റെ കുത്തക ഉണ്ടായിരുന്ന ആ മണ്ഡലത്തെ ഇന്നത്തെ ഘടന മാറ്റിയ 2 പഞ്ചായത്ത് അങ്ങ് പോയി. പഴയ നിലമ്പൂരല്ല പുതിയ നിലമ്പൂരെന്നും പഴയ സ്ഥാനാർത്ഥികളല്ല ഇന്ന് മത്സരിക്കുന്നത് സഖാവ് സ്വരാജാണ് മനസ്സിലാക്കണം. ഈ പറഞ്ഞ സാമൂഹ്യക്ഷേമ പെൻഷൻ അത് കൊണ്ടുവന്നാരാം? ആർ ശങ്കർ കോൺഗ്രസോടോ? ഒരു കാര്യം
പറഞ്ഞുതരാം. ഒരു കാര്യം. ഒന്ന് ചുരുക്കി, പെൻഷൻ, ചുരുക്കി. സാമൂഹ്യ ക്ഷേമ പെൻഷൻ 300 രൂപ ഉണ്ടായിരുന്നത് തയ്യാറായിക്കോളൂ. 300 രൂപ ഉണ്ടായിരുന്നത് 400 ആക്കിയത്, 400 ഉണ്ടായിരുന്നത് 500 ആക്കിയത്, 500 ഒരു കാര്യം. 600 ആക്കിയത്. അനിൽകുമാറിന്റെ മറുപടി. ഉമ്മൻചാണ്ടി. ഇനി അനിൽകുമാറിന്റെ മറുപടി. അല്ലല്ല, പറയട്ടെ. പെൻഷന്റെ കാര്യത്തിൽ തർക്കിക്കണ്ട. ഖജനാവിൽ നിന്ന് പണം പോകുന്നതാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ 5 കൊല്ലക്കാലത്ത് ഖജനാവിൽ നിന്ന് എത്ര കോടി പോയി? പിണറായി സർക്കാരിന്റെ 9 കൊല്ലക്കാലത്ത് എത്ര കോടി പോയി? നിങ്ങളെ കണക്കൊന്ന് പറ. എത്ര കോടി നിങ്ങളുടെ കാലത്ത് ചെലവായി? ഞങ്ങളുടെ കാലത്ത് എത്ര ചെലവായി? ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറയട്ടെ. വളരെ കൃത്യമായി നിങ്ങൾ പറഞ്ഞ കേരളത്തെ കടക്കണിയിലാക്കിയെന്ന് പറയുമ്പോൾ ആ കടക്കണിയിലായ കടത്തിലെ 70,000 കോടി രൂപ ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യർക്ക് പെൻഷൻ കൊടുത്തതിന് കൂടിയാണ്. ഞങ്ങൾ കൊടുക്കുന്ന പെൻഷൻ 62 ലക്ഷം കുടുംബങ്ങൾക്ക്. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത്, അവസാനം അദ്ദേഹത്തിന്റെ കാലത്ത് കൊടുക്കുന്ന പെൻഷൻ നിങ്ങളുടെ 32, പിണറായി വിജയന്റെ 62 ആയി. നിങ്ങളുടെ 32 പിണറായി വിജയന്റെ കാലത്ത് 600-ൽ നിന്നും 1600 ആയി. അപ്പോൾ 600-ൽ നിന്നും 1600-ലാക്കിയ ഞങ്ങളെയാണോ, 32-ൽ നിന്നും 62-ലാക്കിയ ഞങ്ങളെയാണോ പെൻഷന്റെ കാര്യത്തിൽ ജനങ്ങൾ സ്വീകരിക്കുകയെന്ന നിലമ്പൂരിലെ 44,000 പെൻഷൻ വാങ്ങുന്ന മനുഷ്യർ തീരുമാനിക്കട്ടെ. ഈ പഞ്ചായത്തിൽ 1089 വീടുകളിൽ ലൈഫ് വീടുകൾ, 1089 വീടുകളിൽ ലൈഫ് വീടുകൾക്ക് 4 ലക്ഷം കൊടുത്തപ്പോൾ കേരളത്തിന് കടം വന്നു. ആ കടം വന്നത് മനുഷ്യന് വീടൊരുക്കിയത് കൊണ്ടാണ് എന്ന്, ആ കടം വന്നത് കേരളം വികസിപ്പിച്ചത് കൊണ്ടാണ് എന്ന് ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു. അത് തുടരും. നിലമ്പൂരിലെ പിണറായിസം എന്നത് സ്വരാജ് നിയമസഭയിലേക്ക് പോകും എന്നുള്ളതാണോ നിങ്ങളുടെ രാഷ്ട്രീയ ആത്മവിശ്വാസം? എത്രമാത്രം? അവസാനമായി, ഞങ്ങൾ ഈ നാട്ടിൽ പോയി മനുഷ്യരോട് ചോദിച്ചു, നിങ്ങൾക്കിനി എന്ത് വേണം? നിങ്ങൾക്കിനി എന്ത് വേണം? നമുക്ക് സംവാദമാകാം. പാട്ടക്കരിമ്പ് വരെ റോഡ് വന്നു. പാട്ടക്കരിമ്പിൽ നിന്ന് അങ്ങോട്ട് ഞങ്ങൾ വേണം. എന്താ വേണ്ടത്? പറയാം. 5.25 ലക്ഷം പേർക്ക് വീട് വെച്ച് കൊടുത്തു. ഇനി എന്താ വേണ്ടത്? പെൻഷൻ 1600 ആക്കി 2500 ആക്കാൻ പോവാണ്. എന്താണോ ഈ നാട്ടിലെ മനുഷ്യൻ പറയുന്നത് അത് നടപ്പാക്കാൻ ശേഷിയുള്ള ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്നും LDF എന്നും ബോധ്യമുണ്ട്. ആ ബോധ്യമാണ് ഇവിടെ LDFന് അനുകൂലമായി നിൽക്കുന്ന ഒരു ഘടകം. നിങ്ങളുടെ രാഷ്ട്രീയ ആത്മവിശ്വാസത്തെ കുറിച്ച് ചുരുക്കം വാക്കുകളിൽ നിലമ്പൂരിന്റെ കാര്യമുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞ വികസനം, രണ്ടാമത്തെ കാര്യത്തിൽ ക്ഷേമത്തിന്റെ കാര്യത്തിൽ ഈ പെൻഷൻ കുടിശ്ശികയായതടക്കം ഞങ്ങൾക്ക് തെറ്റുപറ്റിയതിന് കാരണം എന്താണ്? കേന്ദ്രത്തിൽ നിന്ന് കേരള സർക്കാരിനെ ചവിട്ടുന്നു, മലയാളിയെ പറയാം. ഞങ്ങൾ യുദ്ധം ചെയ്ത് വിജയിച്ചിരിക്കുന്നു. ഒരു ഔദാര്യവും നരേന്ദ്രമോദിയുടെ ഔദാര്യമില്ലാതെ കേരളം വികസിക്കുന്നത് നമ്മൾ കാണുകയാണ്. വയനാടിനൊരു വെള്ളി രൂപ തന്നില്ല, വിഴിഞ്ഞത്തിനൊരു വെള്ളി രൂപ തന്നില്ല, കേരളത്തിന് തീവണ്ടി തരുന്നില്ല. പറയാം. കേരളത്തെ തകർക്കുകയാണ്. നരേന്ദ്രമോദിക്കെതിരെ പറയണത് നിങ്ങൾ വിഷമിക്കരുത്. മോദിക്കെതിരെ പറയുമ്പോൾ നിങ്ങൾ വിഷമിക്കരുത്. നരേന്ദ്രമോദിക്കെതിരെ പറയുമ്പോൾ വിഷമിക്കരുത്. ലീഗിന് വിഷമം വരരുത്. നരേന്ദ്രമോദിക്കെതിരെ പറയുമ്പോൾ ലീഗുകാർ കൂവാണോ? നരേന്ദ്രമോദിക്കെതിരെ പറയുമ്പോൾ മുസ്ലിം ലീഗ് മോദിക്കെതിരെ യുദ്ധം ചെയ്യാൻ കേരളം തലയോർത്ത് നിൽക്കാൻ ഇടതുപക്ഷം തുടരണം. നിലമ്പൂരിന്റെ വികസനത്തിന്, കേരളത്തിന്റെ വികസനത്തിന് LDF തുടരണം.